ഗൈസ് എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ നമ്മളിന്ന് റമദാന് 5 കഴിഞ്ഞു 6 കഴിഞ്ഞു ഇപ്പോൾ 7ാമത്തെ രാവിലെയാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ചീസ് പെന്നാണ്. വൈകുന്നേരമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ തരത്തിലുള്ള വളരെ ഇൻട്രസ്റ്റ് ആയ ഹെൽത്തി ആയിട്ടുള്ള ഒരു പെന്നാണ് ചിക്കൻ ചീസ് പെൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ 2-3 സ്പൂൺ ഓയിൽ വെച്ചിട്ട് ഈ മൈദ ആഡ് ചെയ്യാം. ഒരു 4-5 പീസേ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ മൈദ കുറച്ചിട്ടിട്ട് നമുക്ക് കളിക്കാം. പൊട്ടിച്ച് വയ്ക്കാം. കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊരു സ്പൂൺ പഞ്ചസാര, അതിൽ കുറച്ച് ബേക്കിംഗ് സോഡ എടുക്കുന്നുണ്ട്. കുറച്ച് ബേക്കിംഗ് സോഡ. ഇത് നമ്മൾ ഈസ്റ്റ് ഇല്ലേ വെള്ളപ്പത്തിലേക്ക് ഉപയോഗിക്കണം. നമ്മുടെ നാട്ടിൽ 5 രൂപയുടെ കുപ്പിയൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ 10 രൂപയുടെ കുപ്പിയെന്ന് അറിയില്ല കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് 5 രൂപയുടെ കുപ്പി. കുറച്ച് പാൽ ഒഴിക്കാമല്ലോ. ഇതൊന്ന് ഒഴിവാക്കിയിട്ട് കൈ കൊണ്ടന്നെ കഴിക്കാം. കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഈ നമ്മളെ മൈദ ഉണ്ടാവും നല്ലോണ്ട് കുഴക്കാം. നമുക്ക് ഈ സ്പൂണിലൊന്നും കുഴച്ചാൽ നമുക്ക് കുഴയില്ല. നമുക്ക് ഈ കയ്യിലിട്ട് കുഴക്കണം. നല്ലോണ്ട് കുഴക്കാം. ഇപ്പോൾ 1 2 3 4 പീസ് ഉണ്ടാവും. ആദ്യം നമ്മൾ കുറച്ചുണ്ടാക്കി കാണിച്ചു തരും. എന്നിട്ട് നമുക്ക് നാളെ ബൾക്കായിട്ട് ഓർഡർ കിട്ടാം. നമ്മളെ വേണ്ട ഇതുപോലെ കിട്ടണം. എന്താ അമർത്തി കൊടുക്കല്ലേ തന്നെ ഇങ്ങനെ അമർത്തണം. ഇതിലെന്തൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ മൈദ ഉണ്ട്, കോഴിമുട്ട, ശകലം പഞ്ചസാര, കുറച്ച് ഉപ്പ്, ഈസ്റ്റ് ഇട്ടാം. ഇത് നല്ലോണം കുഴച്ച് വെക്കാം. നല്ല കൈ കൊണ്ട് കുഴക്കാം. വേണമെന്നുണ്ടെങ്കിൽ ആ സൈഡിലൊക്കെ ഇട്ട് എല്ലാവരും കൂട്ടി വെച്ചിരിക്കാം. ഇത് സൂപ്പർ സാധനം. നിങ്ങളെ വീട്ടിൽ എയർ ഫ്രൈ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഡ്ലി ചെമ്പൊക്കെ ഉള്ളതല്ല, അതൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റും. ഇതൊന്നും വലിയ സംഭവമല്ല. നിങ്ങൾ കടയിൽ നിങ്ങൾക്ക് 15-20 ഉറുപ്പ് കൊടുത്തത് വെറും 20 ഉറുപ്പ്യക്ക് മാത്രം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ. എന്നിട്ട് 1/2 മണിക്കൂർ ഇതേപോലെ എയർന്ന് കിടക്കാണ്ട് വല്ല ടേപ്പ് ചെയ്ത് നിങ്ങൾ നല്ല തുണിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ തുണി ഇട്ടിച്ചാൽ മതി. നല്ല കടയിൽ നിന്ന് കൊണ്ടുവരുന്ന വല്ല കവറൊക്കെ ഉണ്ടെങ്കിൽ ആ കവർ ഇതേപോലെ ഇട്ടിച്ചിട്ട് ഇതാണ് അങ്ങനെ സൗണ്ട് ഇട്ടോ. അത് വരെ ടൈറ്റ് ചെയ്ത് വെക്കാം. എന്നുവെച്ചാൽ നമുക്കൊരു 1/2 മണിക്കൂർ മുപ്പിലൊന്നും ഇരിക്കട്ടെ. എന്നിട്ട് നമുക്കൊന്ന് പോയിട്ട് വരാം. യെസ്, അപ്പോൾ നമ്മൾ മാവൊക്കെ അത്യാവശ്യം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിപ്പൊന്ന് എനിക്ക് വേറെ ബോളെടുക്കാം. ഈ ചെറിയ ബോളാക്കിയിട്ട് തൽക്കാലം ഒരു ഗ്ലൗ മാറ്റാം. ഗ്ലൗ ഇട്ട് നടക്കണമല്ലോ. ഗൈസ്, അപ്പോൾ നമ്മൾ മാവൊക്കെ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിടിച്ച് പരത്തിയിട്ട് നമ്മളെന്ന് പറഞ്ഞാൽ ചെറിയ ബോളാക്കിയിട്ട് ചെറിയ ബോളാക്കുക. എന്നിട്ട് കുറച്ച് ചിക്കൻ ഇതിലിട്ട് വെക്കാം. 4 ഭാഗം വലിച്ചിട്ട് മൂപ്പരൊന്ന് മടക്കി വെക്കുക. എന്താ ദ്രാഗത്തേക്ക് പോവാത്ത പോട്ടെ. അപ്പം ഇങ്ങനെ ഒരു ബോളാക്കി വെക്കുക. അപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള അപ്പോൾ സൈസ് ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് ഇതിനകത്ത് വെച്ച് കൊടുക്കട്ടെ. അകത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. ഇതാണ് പൂർണ്ണമായിട്ട്. അപ്പോൾ നമ്മൾ ഓവന് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓവനിലേക്ക് വെക്കാം. ഓക്കെ, 3 ഇട്ടൊരു 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. എന്താവുന്നുള്ളത് കാണിച്ചു തരാം. നമ്മളെ ചിക്കൻ ചീസ് ബെന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. അത്യാവശ്യം നല്ല കുക്കായില്ല കേട്ടോ. നമുക്ക് കുറച്ച് സോസ് കൂട്ടി അടിക്കാം.
മയണൈസ് സ്പൈസി സോസാണ്. വെളി പോവും. സൂപ്പർ സാധനം. ആ സ്പൈസിയും ആ ചിക്കൻ്റെ മസാല ഉണ്ടല്ലേ, ചിക്കൻ്റെ മസാലയും ആ സോസും മേടിക്കാൻ തരാം.